Dear students, welcome to Learner's World. In this video, I'm going to talk about a poem analysis, Podava by Ashokan Marayur, MDC Humanities, 3rd semester, Calcutta University. Podava means sari by Ashokan Marayur. The poem captures the hardship, strength and dignity of a tribal woman. അപ്പോൾ ഈ ഒരു പുടവ സാരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിതയിൽ ഒരു ഗോത്രവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളാണ് ഇതിൽ പറയുന്നത്. അവരുടെ സ്ട്രെങ്ത്ത്, ഈ ഒരു ബുദ്ധിമുട്ടിന് ഇടയിലും അവർ ജീവിതത്തിലേക്ക് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു നെട്ടോട്ടം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അവരുടെ ഡിഗ്നിറ്റി നമുക്ക് കാണാൻ കഴിയും. The poem uses the sari as a powerful symbol representing the woman's entire life, her work, identity and struggle for survival. ഈ ഒരു കവിതയിൽ സാരി എന്ന് പറയുന്നത് ഒരു പവർഫുൾ സിമ്പിളാണ്. എന്തിനാണ് അത് സിംബലൈസ് ചെയ്യുന്നത്? ഈ ഒരു ട്രൈബൽ വുമൻ്റെ ഹാർഡ്ഷിപ്പാണ്. ജീവിതത്തിൽ പോവർട്ടി മൂലം ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിലും അവർ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നില്ല. അവരതിനെ റെസിലിയൻസ്, അവരതിനെ ചെറുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീയുടെ എൻ്റർ ലൈഫാണ് ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. അവരുടെ ജോലി, അവരുടെ ഐഡൻറ്റിറ്റി, നിലനിൽപ്പിനുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ, സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയിട്ടിലൊക്കെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. Let's move on to the line by line explanation of the poem Podava by Ashokan Marayur. Only one sari when it's Pongal. എൻ്റെ കയ്യിൽ ഒരു സാരി മാത്രമേ ഉള്ളൂ. when it's Pongal, പൊങ്കൽ ടൈമിൽ വാങ്ങിയതാവാം. വൺ എൻഡ് വാഷ്ഡ് ആൻഡ് ടൈഡ്, ഒരു ഭാഗം ഒരറ്റം കഴുകി എന്നിട്ട് അത് കെട്ടി. ദ അതർ എൻഡ് വാഷ്ഡ് ആൻഡ് സ്ട്രെച്ച്ഡ്, മറ്റേ അറ്റം കഴുകി വലിച്ചു. അതായത് ആകെ കയ്യിലൊരു സാരി ഉള്ളൂ, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കഴുകിയിട്ടും വാഷ് ചെയ്തിട്ടൊക്കെയാണ് അത് കൊണ്ടുപോകുന്നത്. അതായത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഹാർഡ്ഷിപ്പാണ് പറയുന്നത്. അതായത് പോവർട്ടി മൂലം അവർക്ക് ഒരു ആകെ ഒരു സാരി മാത്രമേ അവർക്ക് കയ്യിലുള്ളൂ. അത്രയ്ക്കും അവരുടെ ഒരു ഹെൽപ്ലെസ്നെസ്സാണ് അതിൽ പറയുന്നത്. വിത്ത് ദിസ് സാരി ഐ ക്യാഷ് ഫിഷ് ആൻഡ് ക്രാബ്. അപ്പോൾ ഈ ഒരു സാരി വെച്ചുകൊണ്ട് ഞാൻ മീനും പിടിക്കും, അതുപോലെ ഞണ്ടും പിടിക്കും. ടക്കിങ് ദ ചൈൽഡ് ഓൺ മൈ ബാക്ക്, അതുപോലെ എൻ്റെ കുഞ്ഞിനെ ഈ ഒരു സാരി വെച്ചിട്ട് ഞാൻ പിന്നിലേക്ക് കെട്ടും. പ്ലക്കിങ് സ്പിനാച്ച് along with the stem to the saree that I have worn around my waist. അതുപോലെ തന്നെ ചീര പിരിച്ച് തണ്ടോടുകൂടി ഞാൻ ഈ ധരിച്ചിരിക്കുന്ന സാരിയിൽ കെട്ടുമെന്നാണ് പറയുന്നത്. സാരിയിൽ കെട്ടിയിട്ട് എൻ്റെ സാരിയുടെ അരഭാഗത്താണ് കെട്ടുന്നത്. വൺ കോർണർ ടു സ്ലീപ്പ് ഓൺ, ദ അതർ കോർണർ ആസ് ബ്ലാങ്കറ്റ്. ഈ സാരിയുടെ ഒരു മൂല വെച്ചിട്ട് ഞാനത്, ഒരു കോർണർ മീൻസ് മൂല, ഒരു ഭാഗം ഞാൻ ഉറങ്ങാൻ ഉപയോഗിക്കും, മറ്റേ ഭാഗം പുതപ്പായിട്ട് ഉപയോഗിക്കും, ബ്ലാങ്കറ്റായിട്ട് ഉപയോഗിക്കും. ഈവൻ ഇറ്റ് ഗെറ്റ്സ് ടോൺ ബൈ 1000 തോൺസ്. അതായത് 1000 മുള്ളുകൾ കൊണ്ടിട്ട്, അതായത് കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് മുള്ളുകൾ കൊണ്ടിട്ട് അതെന്താവും, ടോൺ ആവും, അതായത് കീറിപ്പോയിട്ടുണ്ടാകും. അതുപോലെ ഈവൻ ഇറ്റ് ഈസ് വോൺ ഔട്ട് ബൈ കോൺസ്റ്റൻറ്റ് വാഷിംഗ്. അതുപോലെ ഒരുപാട് തവണ കഴുകി കഴിഞ്ഞാൽ ഈ സാരി മങ്ങിപ്പോവും. അങ്ങനെ ഒരുപാട് തവണ കഴുകിയിട്ട് ഇത് മങ്ങിപ്പോയിട്ടുണ്ട്. ഈവൻ ഇഫ് ഐ വെയർ ഇറ്റ് ഡെസ്പൈറ്റ് മെനി സ്റ്റിച്ചസ്. അതുപോലെ പല തുന്നലുകൾ ചേർത്തിട്ട് ആണ് ഇത് ഞാൻ ധരിച്ചിരിക്കുന്നത്. പല രീതിയിലുള്ള കീറിപ്പോയതൊക്കെ തുന്നിയിട്ടാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. വിത്ത് ദ സെയിം സാരി ഐ ഹാങ് മൈ സെൽഫ്. ഈ ഒരു സാരി കൊണ്ട് ഞാൻ തൂങ്ങി മരിക്കും എന്നാണ് പറയുന്നത്. ഇതൊക്കെ അവരുടെ ഒരു ഡെസ്പയറാണ്, ജീവിതത്തിലെ ഒരു നിരാശ മൂലം വരുന്ന കാര്യങ്ങളാണ്. ഷോയിങ് ദ ബേർഡ്സ് അവേ, ഞാൻ ഈ ഒരു സാരി ഉപയോഗിച്ചിട്ടാണ് പക്ഷികളെ ഓടിക്കുന്നത്. ഷോയിങ് ദ എലഫൻറ്റ്സ് അവേ, അതുപോലെ തന്നെ ആനയെ ഓടിക്കുന്നതും ഈ ഒരു സാരി ഉപയോഗിച്ചിട്ടാണ്. ഷോയിങ് ദ വൈൽഡ് ബഫലോസ് അവേ, കാട്ടുപോത്തിനെ ഓടിക്കുന്നതും ഞാൻ ഈ ഒരു സാരി കൊണ്ടാണ്. ദ സെയിം സാരി ഹാസ് ഗോഡഡ്. ഈ ഒരു പുടവ കാത്തു സൂക്ഷിച്ചു ഞാൻ. ദ ഫോറസ്റ്റ് ദാറ്റ് വി ഫാം ആൻഡ് മൈ ഹസ്ബൻഡ് ഹൂ ഫാംസ്. അതായത് ഞങ്ങൾ കൃഷി ചെയ്യുന്ന കാടിനെയും കൃഷി ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ ഈ പുടവയാണ് കാത്തു സൂക്ഷിച്ചത്. ഓൺലി വൺ സാരി വെൻ ഇറ്റ്സ് പൊങ്കൽ. ഒരു പുടവ മാത്രമാണ് പൊങ്കലായപ്പോൾ ഈ ഒരു
അതായത് മേ ബി പൊങ്കലായപ്പോൾ വാങ്ങിയതാവാം, ആകെ കയ്യിലൊരു സാരി മാത്രമേ ഉള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് അവരുടെ ജീവിതത്തിലെ ഹാർഡ്ഷിപ്പാണ് അതിൽ പറയുന്നത്. അതായത് പോവർട്ടി മൂലം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും ആ ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റി, ആ ഒരു സ്ത്രീയുടെ സ്ട്രെങ്ത് നമുക്കിതിൽ കാണാൻ കഴിയും. ഓക്കെ, ദെൻ സമ്മറി ഓഫ് പുടവ. പുടവ ബൈ അശോകൻ മരയൂർ ഇസ് എ ഡീപ്ലി ഇമോഷണൽ പോം ദാറ്റ് പോർട്രേസ് ദ ഹാർഡ്ഷിപ്പ്, ഡിഗ്നിറ്റി ആൻഡ് സ്ട്രഗിൾസ് ഓഫ് എ ട്രൈബൽ വുമൻ. അപ്പോൾ ഈ ഒരു കവിതയിൽ, കവിത എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കവിതയാണ്. ഇത് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു ഗോത്രവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഡിഗ്നിറ്റി, അവരുടെ ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ്. The poem uses sari as a powerful symbol of her entire life, her work, identity, pain and pride. അപ്പോൾ ഈ ഒരു കവിതയിൽ സാരി ഒരു പവർഫുൾ സിമ്പിളാണ്. അവരുടെ ജീവിതം തന്നെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അവരുടെ വർക്ക്, ഐഡൻറ്റിറ്റി, പെയിൻ, പ്രൈഡ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. ദ സ്പീക്കർ ഇസ് എ ട്രൈബൽ വുമൻ ഹു ഓൺസ് ഓൺലി വൺ സാരി. ഇതിലെ സ്പീക്കർ ഒരു ട്രൈബൽ വുമൺ ആണ്. അവർക്ക് ഒരു സാരി മാത്രമേ ഉള്ളൂ. ഷി വെയർസ് ഇറ്റ് എവറി ഡേ ഈവൻ വെൻ ഇറ്റ് ഗെറ്റ്സ് ടോൺ ബൈ തോൺസ് ഓർ വോൺ ഔട്ട് ബൈ ഫ്രീക്വൻറ്റ് വാഷിംഗ്. അവരെല്ലാ ദിവസവും ആ സാരി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒരുപാട് തൗസൻഡ്സ് തോൺ മുള്ള് കൊണ്ടിട്ട് കീറിയിട്ടുണ്ട്. അതുപോലെ എപ്പോഴും വാഷ് ചെയ്ത് അതിൻ്റെ കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. ഡെസ്പൈറ്റ് സ്റ്റിച്ചിങ് ഇറ്റ് മെനി ടൈംസ് ഷീ കണ്ടിന്യൂസ് ടു വെയർ ഇറ്റ്. അതായത് പല പല തുന്നുകൾ കൊണ്ട് തുന്നിയതുകൊണ്ട് തന്നെ, ഒരുപാട് തവണ തുന്നിയതുകൊണ്ട് തന്നെ, തുന്നിയിട്ടും അവർ അതുതന്നെയാണ് ഉപയോഗിക്കുന്നത്. ദ സെയിം സാരി പ്രൊട്ടക്ട്സ് ഹർ മോഡസ്റ്റി, ഗോഡ്സ് ഹർ വൈൽ വർക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ഈവൻ ഹെൽപ്സ് ഹർ ഡ്രൈവ് അവേ എലഫൻസ് ആൻഡ് വൈൽഡ് ബഫലോസ് ദാറ്റ് ത്രട്ടൻ ഹർ ക്രോപ്സ്. ഈ ഒരു അതേ സാരി തന്നെയാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും, അവരെ ഫോറസ്റ്റിലൊക്കെ പ്രവേശിക്കുന്ന സമയത്ത്, അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുന്നത് ഈ സാരി തന്നെയാണ്. അതുപോലെ എലഫൻറ്റിനെ ഓടിക്കാൻ, ബഫലോസിനെ ഓടിക്കാൻ, വിളവൊക്കെ തിന്നുന്ന ബഫലോസിനും എലഫൻറ്റിനൊക്കെ ഓടിക്കാനൊക്കെ ഇതാണോ ഈ സെയിം സാരിയാണ് ഉപയോഗിക്കുന്നത്. ദ സെയിം സാരി ഓൾസോ ബിക്കം ദ സിമ്പിൾ ഓഫ് ഹർ ഷെയിം ആൻഡ് ഡെസ്പയർ. ഈ ഒരു സെയിം സാരി തന്നെയാണ് അവരുടെ ഷെയിം ആൻഡ് ഡെസ്പയറിനെ സിംബലൈസ് ചെയ്യുന്നതും ഈ ഒരു സെയിം സാരി തന്നെയാണ്. The woman says that with the same sari she could even hang herself, showing the depth of her suffering and hopelessness. ആ സ്ത്രീ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു സെയിം സാരി ഉപയോഗിച്ചിട്ട് ഹാങ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇത് കാണിക്കുന്നത് അവരെ അത്രയും അധികം വിഷമം അവരുടെ ഉള്ളിലുണ്ട്. അവരുടെ ഉള്ളിലുള്ള ഒരു ഹെൽപ്ലെസ്നെസ്, ആ ഒരു നിസ്സഹായാവസ്ഥേനൊക്കെയാണ് കാണിക്കുന്നത്. Through this imagery, the poet captures how poverty strips dignity but cannot destroy inner strength. അപ്പോൾ ഈ ഒരു ഇമാജിനറികളിലൂടെയൊക്കെ പോയറ്റ് ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത് പോവർട്ടി, പട്ടിണി എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയുടെ ഡിഗ്നിറ്റിനെ സ്ട്രിപ്സ് ചെയ്തു. അതായത് അവരുടെ മാന്യത ഇല്ലാതാക്കി. അതായത് ഈ ഒരു സാരി കൊണ്ട്, ഈ ഒരു കീറിപ്പറഞ്ഞ ഈ ഒരു വസ്ത്രം കൊണ്ട് അവരുടെ ആ ഒരു ഡിഗ്നിറ്റിക്ക് കോട്ടം വന്നാലും അവരുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നർ സ്ട്രെങ്ത്തിനെ നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. The poem reflects the harsh realities of a tribal life, isolation, poverty and social invisibility, yet it celebrates the women's resilience and her connection with nature. അപ്പോൾ ഈ ഒരു കവിത റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രൈബൽ വുമൻ്റെ ഹാർഷ് റിയാലിറ്റീസാണ്. അതായത് ഈ ഒരു ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതത്തിൽ പോവർട്ടി ഒരു വില്ലനാണ്. അതുമൂലം അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രഗിൾസിനെയാണ് ഈ ഒരു കവിത തുറന്നു കാണിക്കുന്നത്. അവരനുഭവിക്കുന്ന ഐസൊലേഷൻ, ഏകാന്തത, പോവർട്ടി, സോഷ്യൽ ഇൻവിസിബിലിറ്റി, അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ റെസിലിയൻസ്, അതുപോലെ അവർക്ക് പ്രകൃതിയുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. The Podava stand as a symbol of survival, sacrifice and the silent endurance of marginalized women. Marginalized women, അതായത് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ സൈലൻ്റ് ആയിട്ടുള്ള, വളരെ നിശബ്ദമായിട്ടുള്ള സഹനം കൂടി ഇതിൽ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഈ പുടവ സിംബലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ സർവൈവൽ, അതിജീവനം, അവരുടെ ത്യാഗം ഒക്കെ ഇത് സിംബലൈസ് ചെയ്യും.